ഇറാന്റെ ആത്മാഭിമാനത്തിന് മേൽ തൊട്ടവർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും വരാനിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ കരുത്തുറ്റനായ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ രക്തസാക്ഷിത്വം ഇറാനെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ പോരാടാൻ പ്രേരിപ്പിക്കുകയാണെന്ന് പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ വാക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. തന്റെ പിതാവിനെ ചതിയിലൂടെ കൊലപ്പെടുത്തിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ അദ്ദേഹം ഉയർത്തുന്ന ഓരോ വാക്കും വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചന തന്നെയാണ്. ഈ യുദ്ധം ഇറാൻ തെരഞ്ഞെടുത്തതല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾ ഇറാന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാനുള്ള ബാധ്യതയും അവർക്ക് മാത്രമാണുള്ളത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കിരാതമായ അധിനിവേശ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ ഇറാൻ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന പ്രഖ്യാപനം വെറുമൊരു ഭീഷണി മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തെ തകർക്കാനുള്ള കൃത്യമായ നീക്കം കൂടിയാണത്. ലോകത്തിന്റെ ഊർജ വിപണിയെ നിയന്ത്രിക്കുന്ന ഈ പാത അടയുന്നതോടെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും അഹങ്കാരത്തിന് വലിയ വില നൽകേണ്ടതായി വരും. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തവർക്ക് സമാധാനത്തോടെ വാഴാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് മുജ്തബ ഖമേനി. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് അഭയം നൽകുന്ന ഗൾഫ് രാജ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ മണ്ണിൽ ചോര വീഴ്ത്താൻ സഹായിക്കുന്ന ഏതൊരു ശക്തിയും ഇറാന്റെ ശത്രുവായി കണക്കാക്കപ്പെടും. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സാന്നിധ്യം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നേതൃത്വം നീങ്ങുന്നത്. ഇത് കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് ഇറാന്റെ ആത്മാഭിമാനവും അസ്തിത്വവും സംരക്ഷിക്കാനുള്ള വിശുദ്ധ യുദ്ധമാണത്. ഖമേനി കുടുംബത്തിന്റെ കരുത്തും ഇറാന്റെ സൈനിക വീര്യവും ഒത്തുചേരുമ്പോൾ ശത്രുക്കൾക്ക് രക്ഷപ്പെടാൻ ഒരിടവും ബാക്കി ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയുടെ കഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ലോക പോലീസ് ചമഞ്ഞ് നടന്നിരുന്ന കാലം കഴിഞ്ഞുവെന്നും ഇറാന്റെ ഓരോ തുള്ളി ചോരയ്ക്കും പകരമായി 10 ഇരട്ടി നാശനഷ്ടങ്ങൾ ശത്രുക്കൾ അനുഭവിക്കുമെന്നും മുജ്തബ ഖമേനി പറയാതെ പറയുന്നുണ്ട്. ഇറാൻ ജനത ഒന്നടങ്കം തങ്ങളുടെ പുതിയ നേതാവിന് പിന്നിൽ അണിനിരക്കുമ്പോൾ അത് വെറും ഒരു പ്രതികാര നടപടി മാത്രമല്ല, മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് മാറുന്നത്. ആയുധബലം കൊണ്ട് മാത്രമല്ല, തകർക്കാൻ കഴിയാത്ത ആത്മവീര്യം കൊണ്ടാണ് ഇറാൻ ഈ യുദ്ധത്തെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിജയം ഉറപ്പാണ്, പ്രതികാരം അതിശക്തവുമായിരിക്കും. ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് പിന്നാലെ അധികാരം ഏറ്റെടുത്ത മുജ്തബ ഖമേനിയുടെ ആദ്യ പ്രഖ്യാപനം തന്നെ ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന ഇറാന്റെ തീരുമാനം കേവലം ഒരു പ്രാദേശിക തർക്കം മാത്രമായിട്ട് കാണരുത്, മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കാൻ പോകുന്ന ഒരു വജ്രായുധമാണ്. അതിന്റെ അലയൊലികൾ നമ്മുടെ അടുക്കളയിൽ വരെ എത്തിക്കഴിഞ്ഞു. ലോകത്തിന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കടലിടുക്കിലൂടെയാണ് ആഗോള എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത്. ഇത് തടയുന്നതിലൂടെ അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും മുട്ടുകുത്തിക്കാമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ഈ ഉപരോധം ആഗോളതലത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കും. ഇതിനകം തന്നെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു കഴിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $125 മുകളിലേക്ക് ഉയർന്നത് ലോകമെമ്പാടും കനത്ത വിലക്കയറ്റത്തിനും കാരണമായി. ഇന്ധനവില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവ് വർദ്ധിക്കുകയും അത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയാക്കുകയും ചെയ്യും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. US-ലെ പണപ്പെരുപ്പം നിയന്ത്രണാതീതമാക്കാനും വിപണിയിൽ വലിയ മാന്ദ്യം അനുഭവപ്പെടാനും ഈ നീക്കം കാരണവുമാകും. എന്നിട്ടും അവരിത് അവസാനിപ്പിക്കുന്നില്ല. സ്വന്തം രാജ്യത്ത് ജനരോഷം നേരിടേണ്ടി വരുന്നതോടെ അമേരിക്കയുടെ ആഗോള സൈനിക നീക്കങ്ങളുടെ വേഗത കുറയുമെന്നാണ് ഇറാന്റെ പ്രത്യാശയും. ഇറാന്റെ ഈ പ്രതികാരം വെറും ഒരു വൈകാരിക പ്രതികരണം മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ഒരു സൈനിക സാമ്പത്തിക യുദ്ധതന്ത്രം തന്നെയാണിത്. തന്റെ പിതാവിനെ കൊലപ്പെടുത്തിയവർക്ക് അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സാമ്പത്തിക തകർച്ച സമ്മാനിക്കുക എന്നതാണ് മുജ്തബ ഖമേനിയുടെ ലക്ഷ്യം പോലും. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള പോരാട്ടമാണിത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നതും അവിടെയാണ്. ആഗോള എണ്ണ വിതരണ ശൃംഖല തടസ്സപ്പെടുത്തുന്നതിലൂടെ അമേരിക്കയുടെ സഖ്യകക്ഷികളെ അവരിൽ നിന്ന് അകറ്റാനും ഇറാന് സാധിക്കും. അധിനിവേശ ശക്തികൾക്ക് ഇനി കഷ്ടകാലമാണെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഓരോ നീക്കവും അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ്. സ്വന്തം മണ്ണിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും ശത്രുക്കളുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് അവരെ പാഠം പഠിപ്പിക്കുമെന്നുമുള്ള ഉറച്ച തീരുമാനത്തിലേക്കാണ്
മുജ്തബ ഖമേനിയും ഇറാൻ സൈന്യവും ഈ പോരാട്ടത്തിൽ തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും വിശ്വസിക്കുന്നത്. പ്രതികാരം പൂർണ്ണമാകാതെ ഇറാൻ പിന്നോട്ടില്ല എന്ന സന്ദേശം ലോകത്തിന് മുൻപിൽ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഈ പ്രതികാരം കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല എന്നും ശത്രുക്കളുടെ താവളങ്ങൾ തകർക്കുന്ന സൈനിക നീക്കങ്ങളായി അത് മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആത്മാഭിമാനത്തിന് മേൽ കൈവച്ചവർക്ക് അതിന്റെ പ്രത്യാഘാതം സ്വന്തം മണ്ണിൽ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന മുജ്തബയുടെ നിലപാട് അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് നേരെ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കഷ്ടകാലത്തിന്റെ തുടക്കമായിരിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഗൾഫ് രാജ്യങ്ങളോടുള്ള മുജ്തബ ഖമേനിയുടെ അന്ത്യശാസനം മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചിട്ടുണ്ട്. തങ്ങളുടെ അയൽ രാജ്യങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് താവളമൊരുക്കുന്നത് ഇറാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അത്തരം താവളങ്ങൾ ഉടൻ പൂട്ടണമെന്നുമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അല്ലാത്ത പക്ഷം ഈ താവളങ്ങൾക്കും അവയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾക്കും നേരെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഗൾഫ് രാജ്യങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അമേരിക്കയുമായുള്ള സൈനിക സഹകരണം തുടർന്നാൽ തങ്ങളുടെ എണ്ണപ്പാടങ്ങളും നഗരങ്ങളും ഇറാന്റെ ലക്ഷ്യസ്ഥാനങ്ങളാകുമോ എന്ന ഭീതി ഈ രാജ്യങ്ങൾക്കിടയിൽ ഉടലെടുത്തു കഴിഞ്ഞു. ഇത് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാനും കാരണവുമാകും. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആദ്യമായി അധികാരം പിതാവിൽ നിന്ന് മകനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് ഇറാന്റെ നയങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇനിയുള്ള നാളുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. മുജ്തബ ഖമേനിയുടെ തീവ്രമായ നിലപാടുകൾ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ഈ അധികാര കൈമാറ്റം ഇറാന്റെ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന് കൂടുതൽ കരുത്ത് നൽകിയതാണ്. ഇതിന്റെ ആഘാതം ആഗോള എണ്ണ വിപണിയിലാണ് ഏറ്റവും പ്രകടമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള നിർണായക പാതകൾ ഇറാൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നതോടെ എണ്ണവില റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തുകയും ലോകമെമ്പാടും സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴി തുറക്കുകയും ചെയ്യും. മുജ്തബയുടെ ഈ കർക്കശമായ തുടക്കം വരും ദശകങ്ങളിൽ ലോക രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കെൽപ്പുള്ളതാണ് എന്നാണ് പശ്ചിമേഷ്യയിലെ ഒടുവിലുള്ള വാർത്ത. അമേരിക്കയും ഇസ്രായേലും തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നത് പോലെ നടത്തിയ ഈ സാഹസം ലോകത്തിന് സമ്മാനിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഒരു ദുരന്തമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിലൂടെ അവർ തകർക്കാൻ ശ്രമിച്ചത് ഒരു ഭരണകൂടത്തെയല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തന്നെയാണ്. ഈ മുറിവിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ ശത്രുക്കൾക്ക് അർഹിക്കുന്ന മറുപടി തന്നെ നൽകുമെന്ന കാര്യവും ഉറപ്പാക്കി. എന്നാൽ ഈ പ്രതികാര നടപടികൾ ലോകത്തിന് ബാക്കി വെക്കുന്നത് ഭയാനകരമായ ചില യാഥാർത്ഥ്യങ്ങളായിരിക്കും. ഒന്നാമതായി പറയാനുള്ളത് ആഗോള സാമ്പത്തിക ക്രമത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയിലേക്കാണ് ഇത് വഴിവെക്കുക എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകൾ ഇറാൻ ഉപരോധിക്കുന്നതിലൂടെ ലോകത്തെ ഇന്ധന വിതരണം തീർത്തും നിലയ്ക്കും. എണ്ണവില കുതിച്ചുയരുന്നത് വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അമേരിക്കയെ പാഠം പഠിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കം പരോക്ഷമായി ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിനാണ് കാരണമാകുക. ഈ യുദ്ധം തുടങ്ങിയവർക്ക് അതിന്റെ പ്രത്യാഘാതങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. രണ്ടാമതായി പറയാനുള്ളത് പശ്ചിമേഷ്യയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന നയതന്ത്ര ബന്ധങ്ങൾ പാടെ തകരുമെന്ന സത്യമാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ പൂട്ടണമെന്ന മുജ്തബ ഖമേനിയുടെ അന്ത്യശാസനം ഗൾഫ് രാജ്യങ്ങളെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം നടത്താൻ അമേരിക്ക അനുവദിച്ചാൽ ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ നഗരങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന ഭീതി അവരെ വിട്ടുമാറില്ല. ഇത് മേഖലയിലെ അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുകയും വരും ദശകങ്ങളിൽ അവസാനിക്കാത്ത ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് പശ്ചിമേഷ്യയെ തള്ളിവിടുകയും ചെയ്യും. അവസാനമായി പറയാനുള്ളത് ഈ യുദ്ധം ലോകത്തിന് നൽകുന്നത് ഒരിക്കലും ഉണങ്ങാത്ത പ്രതികാരത്തിന്റെ വിത്തുകളാണ് എന്നതാണ്. ഒരു വലിയ നേതാവിനെ വധിക്കുന്നതിലൂടെ ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാം എന്ന് കരുതിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും തെറ്റിപ്പോയിരിക്കുന്നു. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ വരും തലമുറകൾക്ക് പോലും ആവേശം നൽകുന്ന പോരാട്ട വീര്യമായി മാറും. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഈ പോരാട്ടം വിജയിക്കുമ്പോൾ ലോകം കാണാൻ പോകുന്നത് അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ പതനമാണ്. പക്ഷേ ആ വിജയത്തിന് ലോകം നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കുമെന്ന് മാത്രം.
ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.